പ്രിയമുള്ളവരെ, മനസ്സ് നന്നാകട്ടെ. എൻ്റെ കൂടെ പറയാൻ പാത വാക്യാനുണ്ടോ? എല്ലാവരും മക്കളെ ഒന്ന് ഒരുമിച്ച് പറയൂ, മനസ്സ് നന്നാകട്ടെ. ശബ്ദം പോലല്ലോ. അതേ വാക്യം തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മുഖം നോക്കി, കണ്ണിൽ നോക്കി, പുഞ്ചിരിച്ചുകൊണ്ട് കൈ നെഞ്ചോട് ചെന്ന് പിടിച്ചുകൊണ്ട് പറയും, മനസ്സ് നന്നാകട്ടെ. ഇനി അടുത്തിരിക്കുന്ന ആളിനെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സോഫ്റ്റ് ഒരു ഷേപ്പിനോട് കൊടുത്തിട്ട് പറയും, മനസ്സ് നന്നാവട്ടെ. അടുത്തിരിക്കുന്ന ആളിനെ ചെറുതായിട്ടൊന്ന് തോന്നോട് ചേർത്ത് പിടിച്ചിട്ട് പറയും, മനസ്സ് നന്നാവട്ടെ. തൊട്ടടുത്തിരിക്കുന്ന ചങ്ങാതിയുടെ കണ്ണിൽ നോക്കി ഒരു കുഞ്ഞ് ക്ലാപ്പ് പിടിച്ചിട്ട് പറയും, മനസ്സ് നന്നാവട്ടെ. ഇനി പറയുന്നത് സിലബസ് ഇല്ലാതെ ചെയ്യരുത്, പറയുന്നത് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. ഒരു ചൂണ്ടുകളിലെടുത്ത് അടുത്തിരിക്കുന്ന ചങ്ങാതിക്ക് ഒരു കുഞ്ഞ് ഇക്ലിയും കൂടെ കൊടുത്തിട്ട് പറയും, മനസ്സ് നന്നാവട്ടെ. ഒരെണ്ണം മതി. ഇനി ഒന്നും നോക്കണ്ട, അടുത്തിരിക്കുന്ന ചങ്ങാതി ചാടി ഒരു ഹഗ് കൂടെ കൊടുത്തിട്ട് പറയും, മനസ്സ് നന്നാവട്ടെ. നല്ലൊരു ക്ലാപ്പ് കൂടെ പറയട്ടെ, തകർപ്പിനൊരു ക്ലാപ്പ് വരണം കേട്ടോ. നല്ലൊരു ക്ലാപ്പ് ചെയ്യണം, ചിരിച്ചുകൊണ്ട് ക്ലാപ്പ് ചെയ്യണം. ഔപചാരികതയുടെ രണ്ട് വാക്ക് ഔപചാരികമായി തുടങ്ങിയതുകൊണ്ട് രണ്ട് വാക്കുകൂടെ പറഞ്ഞിട്ട് നമുക്ക് നേരിട്ട് താഴോട്ട് വരാം കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ സുനിൽ ബാബു സാറിന് നിറഞ്ഞ മനസ്സിൻ്റെ നന്ദി. എപ്പോഴും ഇടുക്കിയിൽ എപ്പോൾ ക്യാമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഈ കുടുംബത്തിനോടൊപ്പം കൂട്ടാൻ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല. സാറ് പറഞ്ഞ സുപ്രധാനമായ കാര്യം എന്ന് വെച്ചാൽ ക്ലാസ് എടുക്കാനുള്ള തലേ ദിവസം അടുത്ത് വരെ വന്നതാണ്. അമ്മയ്ക്ക് ഒട്ടും സുഖമില്ലാതെ ആശുപത്രിയിലായി. അന്ന് വൈകുന്നേരമാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ 26 ആ ദിവസങ്ങൾ മുഴുവനും പിന്നെ ആശുപത്രിയുടെ പ്രശ്നമായിരുന്നു. കഴിഞ്ഞ ജനുവരി 1-ാം തീയതി ആയിരുന്നു ആ ബ്ലോക്ക് സ്റ്റെൻഡ് ഇടുന്നതിൻ്റെ സർജറിയൊക്കെ നടന്നത്. അപ്പോൾ ആ ഒരൊറ്റ കാര്യമുള്ളത് കൊണ്ട് അത്തവണ എനിക്ക് കൂടാൻ പറ്റിയില്ല. എന്തായാലും ഇത്തവണ വരണമെന്നുള്ളത് ഉറപ്പിച്ചതായിരുന്നു. ഇന്നലെയായിരുന്നു ആ ദിവസം വെച്ചിരുന്നത്. പക്ഷേ ഇന്നലെയും വേറൊരു പ്രോഗ്രാം ഉണ്ടായി. അങ്ങനെ അവസരം എത്തി. ഒത്തിരി സന്തോഷം. കൂടെ കൂട്ടിയതിനും ഇവിടെ സ്നേഹത്തിൻ്റെ സ്വാഗതം നൽകിയതിനെല്ലാം സാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്ന പ്രിയപ്പെട്ടവരെ. പിന്നെ വന്നപ്പോൾ കൂടെ കൂടുന്ന എല്ലാ അധ്യാപകരും എപ്പോഴും എനിക്ക് തിരുവനന്തപുരത്തൊക്കെ പരിശീലനം കൂടിയ ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ആ സ്നേഹത്തിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിനി നേരിട്ട് കാര്യത്തിലോട്ട് കിടക്കാം. ക്ലാസ് വേണോ പരിശീലനം വേണോ? ക്ലാസ് വേണോ പരിശീലനം വേണോ? ക്ലാസ് വേണോ പരിശീലനം വേണോ? ചോദിച്ച് വാങ്ങിയതാണ്. ക്ലാസ് ആണെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് പറഞ്ഞിട്ടങ്ങ് പോയാൽ മതിയായിരുന്നു. പരിശീലനമാണെങ്കിൽ പണി കിട്ടും. പണി കിട്ടും. കുഴപ്പമില്ല, കുഴപ്പമില്ല, കിട്ടുന്ന പണി എടുക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നേരെ താഴ്ത്തു വരാൻ പ്രിയപ്പെട്ടവരെ ഒത്തിരി സന്തോഷപ്പെടും. അപ്പോൾ ഒരിക്കൽ കൂടെ വരട്ടെ, നല്ലൊരു കൈഡി കൂടെ വരട്ടെ. യെസ്, ഒന്നുകൂടി പറയും. അടുത്തിരിക്കുന്ന ആളുടെ കണ്ണിൽ നോക്കി പറയും, മനസ്സ് നന്നാവട്ടെ. ഒരു ഷേക്കിട്ട് കൊണ്ടിട്ട് പറയും, മനസ്സ് നന്നാവട്ടെ. ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പറയും, മനസ്സ് നന്നാവട്ടെ. അടുത്തിരിക്കുന്ന ആളുടെ കണ്ണിൽ നോക്കി കൈയ്യും കൂടെ അടിച്ചിട്ട് പറയും, മനസ്സ് നന്നാവട്ടെ. ഒരു കുഞ്ഞിക്കിനെയും കൂടെ കൊടുത്തിട്ട് പറയും, മനസ്സ് നന്നാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഇപ്പം ചെയ്തു പോയത് തമാശയാണെന്ന് ഒട്ടും വിചാരിക്കരുത്. ഈ ചെയ്തു പോയ ഓരോ കാര്യം, ഇത്രയും കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ സൂപ്പറാണ് ചങ്ങാതി. തൊട്ടടുത്തേക്കും ചങ്ങാതിരെ കണ്ണുകൾ പറഞ്ഞ വാക്കുകൾ കൊല്ലി ചങ്ങാതി, ഈ സൂപ്പറാണ് ചങ്ങാതി പറഞ്ഞു. ഈ സൂപ്പർ ചങ്ങാതിയാണ്, സൂപ്പറാണേ. ഇത്രയും കണ്ടിരിക്കുന്ന കാര്യങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യന്റെ മുഖം ചിരിക്കാൻ പറ്റുന്നത് പോലും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വലിയൊരു കാര്യമാണ്. കണ്ണിൽ നോക്കുക, മുഖത്ത് നോക്കുക, മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. പിന്നെന്താ നമ്മൾ ചെയ്ത് തൊട്ടടുത്തിരിക്കുന്ന ചങ്ങാതിക്ക് ചെറിയൊരു ഷെയ്ക്കൻ്റെ കൊടുത്തു. കൈത്താന്ന് അറിഞ്ഞ് കൊടുക്കാൻ പറ്റണം. അതുപോലെ നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൽ കൈത്താൻ ആവശ്യമില്ല. അപ്പോൾ അത് അറിഞ്ഞ് കൃത്യമായ സ്ഥലത്ത് നിന്ന് നേടാൻ നമുക്ക് പറ്റണം. പിന്നെ എന്താ ചെയ്ത് തൊട്ടടുത്തിരിക്കുന്ന ചങ്ങാതിക്ക് ചൂണ്ടുവരലിൻ്റെ ഒരു കുഞ്ഞ് ഇക്കിളി നമ്മൾ സമ്മാനിച്ചു.
ഒരു സ്ഥലത്ത് നമ്മളുണ്ടോ? കുറച്ചു കാലം നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ? നമ്മൾ കാരണം ചുറ്റുമുള്ള ജനം എങ്ങനെ ഇരിക്കണം? സന്തോഷമായിരിക്കണം. ഒന്നും പറഞ്ഞ് നാളെ രാവിലെ നാട്ടിൽ കിടക്കുന്ന ആൾക്കാരെ നീക്കിൽ കൊടുക്കാൻ നടക്കരുത് കേട്ടോ. നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ വാക്ക് കൊണ്ട്, നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് ചുറ്റുമുള്ള ആൾക്കാർക്ക് സന്തോഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഓർക്കുമ്പോൾ തന്നെ ഒരു പുഞ്ചിരി നല്ല പ്രാധാന്യം കേട്ടോ. എന്ത് മനസ്സിൽ നമ്മളെക്കുറിച്ച് ഓർക്കാൻ പറ്റിയിട്ടെന്ന് അതിനപ്പുറം വേറൊന്നും വേണമെന്നുള്ളൂ. സമാധാനം കൊടുത്ത് സന്തോഷം കൊടുത്ത് കടന്നു പോകാൻ പറ്റുന്നത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെന്താ കാര്യം ചെയ്ത് തൊട്ടടുത്തിരിക്കുന്ന ചങ്ങാതി നമ്മൾ തോളോട് ചേർത്ത് പിടിക്കൽ എന്ന വാക്കിന് ഭയങ്കര തലങ്ങളാണ് കേട്ടോ. എന്ത് കാണിച്ചാൽ ചേർത്ത് പിടിക്കും? ആരാണ് ചങ്ക്? ആരാണ് ചങ്ക്? ആരാ ചങ്ക്? നല്ല കൂട്ടുകാരൻ. ചില ചങ്ക് ചെയ്യുന്ന ഏത് കാര്യത്തിനും കൂടെ നിൽക്കുന്നവരല്ലേ ചങ്ക്? അല്ലേ? എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്നവരല്ലേ ചങ്ക്? എന്നല്ല, എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന ആൾ ചങ്കല്ല, ചതിയനാണ്. എന്ത് കാര്യത്തിനും കൂടെ നിൽക്കാവോ? കൂടെ ഇരിക്കുന്ന ആള് ഇതിന്റെ ചങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അവനവനോ, അവന്റെ ചുറ്റുപാടിനോ, അവന്റെ കുടുംബത്തിനോ, അവന്റെ നാട്ടിനോ, അവന്റെ സ്കൂളിനോ, അവന്റെ ശരീരത്തിനോ എവിടെയെങ്കിലും പണി കിട്ടുന്ന കാര്യമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി. അത് അറിഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ കൂടി നിൽക്കുന്നത് ചങ്കാണോ? അപ്പൊ ചില സ്ഥലത്ത് പറയേണ്ടി വരും ചങ്ക് നിൽ, ചങ്ക് നിൽ. അവിടെ ഒരു തിരുത്തൽ ശക്തി അവനെ കൂടി പറ്റിക്കഴിഞ്ഞാൽ, ആ ചങ്കിന് പറ്റുന്നതിൽ തിരുത്താനും കൂടി പറ്റിക്കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ കറക്റ്റായിട്ട് ചങ്ങൽ കൂടിയാവുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി ചങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ ചങ്ങലയായി മാറിക്കഴിഞ്ഞു. റെഡി? ഓക്കെ അല്ലേ? അപ്പൊ അതിലേക്ക് ഒരു കുഞ്ഞു കാര്യങ്ങൾ കുറച്ച് നേരം നമ്മൾ സംസാരിക്കുന്നു. സംസാരത്തെക്കാളും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ? തൊട്ടടുത്തേക്ക് ചങ്ങാതി പൊന്നി ചങ്ങാതി ചോദിക്കുകയല്ലേ, പൊന്നി ചങ്ങാതി എന്ന് ഇരിപ്പാട് ഇരിക്കുന്നു. ചോദിക്കും, ഒന്നുകൂടി ചോദിക്കും, എന്ത് ഇരിപ്പാട് ഇരിക്കുന്നു? ഒന്നുകൂടെ ചോദിക്കും, എന്ത് ഇരിപ്പാട് ഇരിക്കുന്നു? അങ്ങനെ ഒരു ചോദ്യം അടുത്തിരിക്കുന്ന ആളുടെ മുഖം നോക്കി ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കിയിട്ടേ ചോദിക്കാവൂ. നമ്മൾ ചുമ്മാ ചോദിക്കരുത്. എന്ത് ആൾക്കാർക്ക് വെറുതെ ചോദിക്കാതെ പറഞ്ഞു. ഓരോ ആൾക്കാർ ചോദിച്ച് രീതിയിലാണ് ഇങ്ങനെ കണ്ടിരിക്കുന്ന ആളുടെ മുന്നിൽ ചോദിക്കുന്നത്. ആ ചോദിക്കുന്നത് ഇരിക്കുന്ന എങ്ങനെ ഇങ്ങനെ ഇരുന്നുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ശരിയാവുന്നത് ഇല്ല. അടുത്തിരിക്കുന്ന ആളുടെ മുന്നിൽ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ ഇരിക്കുന്നു ധാരണ. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി തുടങ്ങി വില്ലേജ് സർവ് എന്ന് പറഞ്ഞ് നമ്മൾ ബേസിക് സിറ്റിസൺഷിപ്പാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ഒരു നല്ല പൗരനാവാനായിട്ട്, നല്ലൊരു വ്യക്തിയാവാനായിട്ടാണ് നമ്മൾ ഈ കൂട്ടായ്മയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണോ? ക്ലാസ്സിലും സ്കൂളിലും ഒക്കെ വേറെ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഈ അവധി ദിവസം അവിടെ എന്തെങ്കിലും പരിപാടിക്ക് പരീക്ഷ ലാസ്റ്റ് പഠിക്കുകയോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് കുറേ യൂണിഫോം കേട്ട് അന്ന് ഇരിക്കാൻ പറ്റുന്നതിന് വലിയൊരു ഭാഗ്യമില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരല്ല. അപ്പൊ ആ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു തെരഞ്ഞെടുപ്പിന് ഞാൻ താങ്കളെല്ലാം എനിക്ക് സ്വയം ബോധ്യപ്പെടുത്തുന്നതിന് കൂടി വേണം. റെഡി? ഓക്കെ അല്ലേ? ഇനി അടുത്തേക്ക് ചെങ്ങാതെ നോക്കി കൊണ്ട് അടുത്ത വാക്കാണ് എൻ്റെ പൊന്നു ചെങ്ങാതെ. അത് കൈ ഇങ്ങനെ വെച്ച് തന്നെ പറയണം, എൻ്റെ പൊന്നു ചങ്ങാതി, നീ ഒരു സംഭവമാണ് ചങ്ങാതി. ഒന്നുകൂടി പറഞ്ഞു, എൻ്റെ പൊന്നു ചങ്ങാതി, നീ ഒരു സംഭവം തന്നെയാണ് ചങ്ങാതി. കൂടെ ഇരിക്കുന്ന ഓരോ ആളിനെയും ഒരു സംഭവമാണെന്ന് നമുക്ക് തോന്നിപ്പിക്കാനെങ്കിലും പറ്റണം. വേണ്ടേ? ഇപ്പോ എന്തെങ്കിലും ഒരു ആവശ്യം മയക്കത്തിൽ തന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് തകർക്കാൻ അടിച്ചു വരും. ആരെങ്കിലും ഉണ്ടോ ചെയ്ത് ഓടി ഒന്നും ചെയ്യാറുണ്ട്. പാട്ട് പോലെ പൊളിക്കുന്ന 10 പേര് ഇതിനകത്തുണ്ട്. ഒരു അഭിനയം ഉണ്ടെങ്കിൽ അഭിനയ സിംഹങ്ങൾ ഇതിനകത്തുണ്ട്. ഡാൻസ് പൊളിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. ഗ്രൗണ്ടിൽ ഇറങ്ങി തകർക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. പക്ഷെ അതിനോടൊപ്പം എല്ലാം തന്നെ ഒരു 3-4 പേരുള്ളത് മൈക്കിൽ എന്തെങ്കിലും ഇങ്ങനെ പറയുന്ന ഹലോ ഹലോ പറയുന്നത് ഹായ് പറയണേ, ഹലോ. ബാക്കി നേരത്തെ പറഞ്ഞ ആൾക്കാരൊക്കെ ഓൾറെഡി പീലി വിടുന്ന ആളുകളാണ്. അവർക്ക് കൂടുതൽ പൊളിക്കാനാണോ ഈ ക്യാമ്പല്ല? അല്ല, അവർ ഇനി കിട്ടിയ അവസരത്തിൽ അവർ ഇങ്ങനെ പറയും. പക്ഷെ ബാക്കി ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചങ്ങ
ഒരവസരം കിട്ടിയാൽ പോലെ ഇട്ട് പോകുന്നതാണ്. ഈ ക്യാമ്പിലും കൂടെ പിടിവിട്ട് കഴിഞ്ഞ് പിന്നെ കിട്ടുമോ? അപ്പൊ ആ ചങ്ങാതി ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ സംഭവമാക്കി വേണം നമുക്ക് വിടാനായിട്ട്. റെഡിയല്ലേ? അപ്പൊ അതിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകുന്നു. വരാൻ പോകുന്ന ഈ ടോപ്പിലെത്തിക്കുന്നത് പുതിയ ലോകത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. ആണോ? പുതിയ ലോകത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ പഴയ വഴിയൊക്കെ പറ്റുമോ? ചില പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചില പുതിയ വഴികൾ നമുക്ക് വേണ്ടി വരും. എന്താണ് ഈ പുതിയ കാലത്തിന്റെ മാറ്റം? നിങ്ങൾ മനസ്സിലാക്കുന്ന മാറ്റം ആരും പറയുന്ന ഉറക്കം പറഞ്ഞു. എന്താ? ടെക്നോളജി വളർന്ന് വലുതായി. ഒരു കൈയടി കൊടുക്കണം. നല്ലൊരു ഉത്തരവാദിത്തം. ടെക്നോളജി വളർന്നില്ലേ? ഇപ്പൊ എന്താ പുതിയ വളർച്ച? ആരോ പറഞ്ഞു ഇപ്പോ എന്ന് പറഞ്ഞു. ചിലപ്പോ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ കാണും. അപ്പൊ അവനും കൊടുക്കും ഒരു വലിയ രീതിയിൽ. എന്തെല്ലാം ഉണ്ടാക്കി വെച്ചെന്ന് അറിയാമോ? എന്തെല്ലാം ഉണ്ടാക്കി വെച്ചെന്ന് പറ. കാരണം ഉണ്ടായ മാറ്റങ്ങളൊക്കെ പറ. ഈ 2025 കാണുമ്പോഴത്തെ ഒരു കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ കാര്യത്തിന് പോലും ഈ മനുഷ്യനെ വേണ്ട ആക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒന്നിനെയാണ് വേണ്ട, എല്ലാം നോക്കിക്കോളും. ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാനൊക്കെ താല്പര്യം, സിനിമ എന്നൊക്കെ പറയും. ഇനി സിനിമ അഭിനയിക്കുന്ന ഒരാൾ ജീവനോട് വേണമെന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട നടനുണ്ട്, നെടുമുടി സാറിന് അറിയാമോ? അയ്യോ പോയിട്ട് കുറച്ച് കാലമായി. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ വർഷം ഇന്ത്യൻ ടൂലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ ടൂ അറിയാൻ കേട്ടിട്ടുണ്ടോ? മുമ്പ് ഒരു ഇന്ത്യൻ ഓൺ വന്നിട്ട് അവരൊക്കെ ഭയങ്കര പരിപാടിയൊക്കെ ചെയ്തൊരു മനുഷ്യനാണ്. മർമ്മക്കലയൊക്കെ ചെയ്ത് കണ്ടെത്തി CBI ഓഫീസറാണ് അദ്ദേഹം വന്നേക്കുന്നത്. രണ്ടാം പാർട്ടിയും അദ്ദേഹം കൊണ്ട് ആളില്ലെങ്കിൽ ഇപ്പോ വരുമ്പോൾ വിവേകിന്റെ കൂടെ ഒന്നിന്റെ പേരൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ വർഷം ഒരു റീൽസ് ഇറക്കിയ ഒരു പാട്ടില്ലേ, ഇല്ലേ? ഇഷ്ടല്ലേ പാട്ട്? പൊളിയല്ലേ? ആ പാട്ട് പാടിയതാരാ? മലേഷ്യ വാസുദേവൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനാണ്. അദ്ദേഹവും മരണപ്പെട്ട വർഷങ്ങൾ. രജനികാന്തിന്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ പാടിയിട്ടുള്ള ആളാണ്. ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം സെന്റിമെന്റലായിട്ട് വേണമെന്ന് ആഗ്രഹിച്ചവർ അനുഭവിച്ച് പറഞ്ഞ് ഈ ശബ്ദം ഒപ്പിച്ചാലും കുടുംബത്തിന് കാശം കൊടുക്കാൻ ശബ്ദം എടുത്ത് അഭിനയിച്ചിരിക്കുക. ശബ്ദം പോലുമ്പോ വേണ്ട അവസ്ഥയിൽ എത്തിക്കും. കയ്യിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലേ? ഉപയോഗിക്കാറുണ്ടോ? എന്തിനാ ഉപയോഗിക്കണം? റീൽസ് കാണാം. പിന്നെ വേറെന്താ? പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വലയിട്ടാണ്. എന്താ? മെസ്സേജ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും. പിന്നെ ഫേസ്ബുക്കിൽ ഇറങ്ങി നോക്കാം. സ്നാപ്ചാറ്റിൽ ഫോട്ടോ ഇടാം, ഇല്ലേ? ഹലോ. ഇത് മാത്രമല്ല, സ്മാർട്ട് ഫോൺ കയ്യിൽ വന്നതോടുകൂടി പല കാര്യങ്ങളും തീരുമാനമായി. ഇപ്പൊ നമ്മൾ ടൈപ്പൊക്കെ ചെയ്ത് പേപ്പറൊക്കെ കത്തൊക്കെ എടുക്കാറില്ലേ? ഇത് അങ്ങനെ ഒരു വെള്ള പേപ്പർ, ഒരു പേപ്പർ ടൈപ്പ് ചെയ്ത് എടുക്കാനായിട്ട് 10-15 രൂപ കയ്യിൽ വിളിച്ച് ഏതെങ്കിലും DTP സെന്ററിൽ മണിക്കൂറോളം കാത്തുനിന്ന ജനറേഷനാണ് തൊട്ട് മുമ്പ് പോയത്. ഒരു പേപ്പർ ടൈപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ പോയി കമ്പ്യൂട്ടറൊക്കെ വേണ്ടി ഭയങ്കര പൈസ. DTP സെന്റർ മുക്കെല്ലാം DTP സെന്ററിൽ ടെലിഫോൺ ബൂത്തുണ്ട്. ഈ പേപ്പറൊക്കെ റിസർച്ചൊക്കെ ചെയ്യണമെങ്കിൽ രാത്രിക്ക് പോയി കുത്തിയിരുന്ന് പേപ്പറോളം പേപ്പർ ടൈപ്പ് ചെയ്ത് അത് തിരുത്തി എല്ലാം പണിയാണെന്നറിയാം. ഇന്ന് ടൈപ്പ് ചെയ്യാറുണ്ടോ? പിന്നെ പറഞ്ഞാൽ വേർഡ് പ്രോസസ് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. ഫോൺ പോലെ ആദ്യം കാക്കി വിളിച്ചു, പിന്നെ കുത്തി വിളിച്ചു. ഇപ്പൊ എന്താ? ഹായ് സിരി, അമ്മ സിരി കാര്യങ്ങൾ നോക്കിക്കോളൂ. അലക്സ ആരെങ്കിലും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എന്തോ ഉപകരണമാണ് കണക്ട് ചെയ്ത് വെറുതെ പോയി അലക്സ ഫാൻ ഓഫ് യു, അലക്സ ഫാൻ ഓഫ് യു. ഹലോ. 5 ശബ്ദം കൊണ്ടുപോയി പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മാറിക്കഴിഞ്ഞു. ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പൊ നമ്മൾ ഫോൺ വാങ്ങി ആദ്യം നോക്കുന്ന സ്പെക്കേറാണ്, അതിന്റെ ക്യാമറ സ്പെക്കാണ് ആദ്യം നോക്കുന്നത്. അതും ഏത് ക്യാമറ ഇന്നേരത്തിലേക്കും കുഴപ്പമില്ല, എന്നെ എടുക്കുന്നത് നന്നായിരിക്കും. സെൽഫി ആകുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ നോക്കും, ശരിയാമോ? പിന്നെ അതിലെ ഓട്ടോ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസിന് ഏത് ലെവലിലൊന്നും ആക്കിയെടുക്കാൻ പറ്റും. ഈ സെൽഫിയൊക്കെ സ്ഥിരമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ആൾക്കാരെ ചിലപ്പോൾ പണി വെച്ച് കണ്ടുപോകും. നീ ആയിരുന്നോ? ഇൻസ്റ്റയിൽ കാണുന്ന ആളെയല്ല, നേരെ അങ്ങനെ വരെ ഒരു സ്റ്റുഡിയോ വരെ അതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, സിനിമ എടുക്കാൻ പറ്റും.
iPhone 15 എന്താ പറയുക സിനിമയിൽ നടന്ന ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചു. ഇതാ തീർന്നില്ല, വീണ്ടും 16 വന്നുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ 24 ഇറങ്ങിയിട്ടുണ്ട്. ചന്ദ്രന്റെ പേരിൽ പടം എടുക്കാൻ പറയുന്നത്. ഹലോ, ചെറിയ സിനിമകൾ എടുക്കണം, അതിന്റെ ലബോറട്ടറി നേടുന്നുണ്ട്, അത് മുഴുവൻ പ്രോസസ് ചെയ്യാൻ പറ്റും. എന്ത് പണിയാണോ ഈ ഫോൺ വെച്ച് നമുക്ക് പറ്റും. പൈസ എടുക്കാൻ പണ്ട് ബാങ്കിൽ പോകാനും ഇപ്പൊ പോണോ? QR കോഡ് തുമ്മിയാൽ നമുക്ക് പൈസ വേണം. അതുപോലെ കാര്യങ്ങൾ അതിലും എത്തിക്കഴിഞ്ഞു. ചുരുക്കത്തിലാണ് ഇപ്പൊ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല. ഈ സൗകര്യങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ ചെയ്യുന്ന ആൾക്കാരുടെ പല പല ആൾക്കാരുടെ പണികളും പൊക്കോണ്ടിരിക്കും. ഇതിനെയൊക്കെ പറ്റിയാണെങ്കിൽ പിന്നെ വരുമായിരിക്കും. ടാക്സി പോലെ ഓടിച്ച് ജീവിക്കാൻ പറ്റില്ല. യൂബർ വന്നു കഴിഞ്ഞു വിളിച്ചാൽ വീട്ടിൽ വന്ന് വണ്ടി വന്ന് എടുത്തോണ്ട് പോകും. ഹലോ, ഓർഡർ ചെയ്ത ഭക്ഷണങ്ങൾ വീട്ടിലെത്തുന്ന അവസ്ഥയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞു. മനുഷ്യന് പുറത്തും പോകാം. ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ പോയത് ഫുട്ബോൾ സ്ക്രീനിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കളിയൊക്കെ തുടങ്ങിയത് നോക്കിയത് പാമ്പ് ഇരയും നിന്നുകൊണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ടോന്നാണ് അത് ഓർമ്മയുള്ള ആൾക്കാരാണല്ലേ. ഇപ്പൊ ഇതിന്റെ സ്റ്റാർ വാഴ്സ് വരെ നമ്മൾ പച്ചയൊക്കെ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. പല കാര്യങ്ങളും അതിനകത്ത് നമ്മൾ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞു. ഹലോ, അങ്ങനെ മാറി മാറി ഇതിനകത്ത് എത്ര പേര് ChatGPT ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്? ChatGPT കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? 700 പേര് കേട്ടിട്ടുള്ള ആൾക്കാർ. യെസ്, കുറച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ഉപയോഗിക്കുന്ന അത്ര ആൾക്കാർക്ക് ഒരു നല്ല കാര്യം കൊടുത്തോളൂ. ഈ കാര്യത്തിന് നല്ല കാര്യം കൊടുക്കണം. അവരൊക്കെ 21-ാം നൂറ്റാണ്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് വണ്ടി കയറി യാത്ര തുടങ്ങി കഴിഞ്ഞു. കേട്ടിട്ടേ ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു കാര്യം ചെയ്യും. തൊട്ടടുത്തിരിക്കുന്ന ആളെ തട്ടിട്ട് വിളിക്കും, രതീഷ് ഉണരു, രതീഷ് ഉണരു, രതീഷ് എന്റെ രതീഷ് ഉണരു, ഒന്നുകൂടി നല്ല തട്ടി വിളിക്കും, രതീഷ് ഉണരു, രതീഷ്. ഹലോ, അത് കേട്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് കൂടെ എഴുന്നിട്ടില്ല. ChatGPT ഉപയോഗിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. എന്തിനാണ് ഉപയോഗിക്കുന്നത്? അസൈൻമെന്റ് എഴുതാനാണോ? അസൈൻമെന്റ് മാത്രം എഴുതാനാണോ? അത് മാത്രമല്ല, അവൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരും. ഓക്കെ, അടുത്ത ചോദ്യം. DeepSeek ഉപയോഗിക്കുന്ന എത്ര പേരിലാണ്? DeepSeek. ഹലോ, ഒരാൾ കൈവക്കി. അവൾ 21-ാം നൂറ്റാണ്ടിലേക്ക് വിമാനത്തിൽ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഒരു വലിയ കൈയുടെ എവിടെയും കൊടുത്തു. ഹലോ, 700-ൽ ഒരാള് കഴിഞ്ഞ വർഷം ഇതേപോലെ വലിയൊരു ക്യാമ്പിൽ പോയി ഞാൻ ChatGPT അതേപോലെ ചോദിച്ചപ്പോൾ 5 ഗ്രാം കൈവക്കും. ഇന്ന് കുറച്ച് പേര് കേട്ടവരും കൈവക്കുന്നുണ്ട്. പിന്നെ അടുത്ത വർഷം ചോദിക്കും DeepSeek അറിയുന്ന ആൾക്കാർ കൈവക്കും. ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ പുതിയ സാധനം വന്നിരിക്കും. ChatGPT അടുത്ത വേറെ ലെവൽ വേർഷനാണ് DeepSeek. ചൈനക്കാർ കൊണ്ടുവന്നു. ചൈനക്കാരൻ്റെ രസകരമായ പ്രത്യേകത ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും വൈറസ് ഒറിജിനലാണ്. ബാക്കിയെല്ലാം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നില്ല, വൈറസ് ഒറിജിനൽ. അതുപോലത്തെ ഒരു സാധനം തന്നെയാണ് പ്രിയപ്പെട്ട ഒരു അനന്ത സാധ്യതയാണ് DeepSeek പോലും നമുക്ക് കൊണ്ട് തന്നേക്കുന്നത്. എന്ത് പണി എടുത്തോളം നമുക്ക് വേണം. കത്ത് പോലും എഴുതാൻ മെനക്കെടേണ്ട കാര്യമില്ല. ChatGPT അതുപോലെ തന്നെ ഒരു കത്ത് പോലും എഴുതേണ്ട, കീവേഡ്സ് മാത്രം മതി, പ്രോംപ്റ്റ് മാത്രം ചെയ്താൽ മതി, കൃത്യമായി കാര്യങ്ങൾ ചെയ്തു തരും. ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ, വൈൽഡ് ലൈഫ് ഫോട്ടോ എടുക്കണമെങ്കിൽ മറ്റവിടെ പോകണം, കാടിനാകും. ഈ ആമസോൺ കാടിനൊക്കെ പോയി പടവിടെ കയറിയിട്ടുണ്ടെങ്കിൽ മാപ്പ കുത്തി മരിക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേള് കൊത്തിയിട്ട് പോകും. നാട്ടിൽ തേടുമ്പോൾ അവിടെ കൊത്തി കഴിഞ്ഞാൽ കാലഴിഞ്ഞായിരിക്കും. ഹലോ, അത്രയും പ്രശ്നങ്ങളാണ് എന്താ പറയുക തരണം ചെയ്താണ് ഏതെങ്കിലും അതുപോലെ കെട്ടി കാത്തിരുന്ന് കടുകളുടെ പടവൊക്കെ വരും. ഇന്ന് നേരെ അകത്ത് ചുമ്മാ ചോദിച്ചാൽ പ്രോംപ്റ്റ് മാത്രം ചെയ്താൽ മതി. ഒരു മെയിൽ കടികളുടെ ആവശ്യമുണ്ട്, 7 മണിക്ക് സൺഡേ സമയത്ത് പുഴയത്ത് വെള്ളം കുടിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡിൽ കടൽ വന്ന് മുമ്പിൽ നിൽക്കും. അതുകൊണ്ട് നമ്മൾ പറയാൻ വേണ്ട ഈ ലൈറ്റ് മതി, ബാക്ക് ലൈറ്റ് വേറെ പറഞ്ഞ് ലൈറ്റ് വേറെ വേറെ ആംഗിളിൽ അത് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഹലോ, പണം പോലും ഗ്രീറ്റിംഗ് കാർഡ് പോലും വേണമെങ്കിൽ. മിഠായി എത്ര പേര് ഉപയോഗിച്ചു? മിഠായി എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? മിഠായി മനസ്സിലായില്ലേ? മിഠായി മനസ്സിലായ ഏതാണ്? തിന്നുന്ന മിഠായി അല്ല. ആ മിഠായി അവർക്ക് കൊടുക്കുക വലിയൊരു കൈ. ഈ മിഠായി തന്നെ പറയുമ്പോൾ വലിയ മിഠായി എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്ക് മനസ്സിലാവും. വാട്സാപ്പിൽ പോലും ഇപ്പോൾ ആൾക്കാർ ടൈപ്പ് ചെയ്ത് മിഠായി ഏൽപ്പിക്കും. ഏത് ചോദ്യം ചോദിച്ചാലും മിഠായി നമുക്ക് സാധനം മിഠായി ഞാൻ മിഠായി എന്ന് പറയണമെന്നേ ഉള്ളൂ. ഹലോ, ഇല്ലാത്ത കഥാപാത്രങ്ങളെ ഉണ്ടാക്കാൻ പറ്റും. വെറുതെ ടൈപ്പ് ചെയ്ത് വെറുതെ മിഠായി പ്രോബ്ലം മാത്രം കൊടുത്താൽ മതി. അതിൻ്റെ കേരള
നിമിഷ നേരങ്ങളുടെ മുമ്പിൽ വന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഹലോ, ഇനി ഇത് എവിടെ വരെ പോയി നിൽക്കുന്നുള്ളതാണ് ഇനി കൗതുകത്തിന്റെ കാഴ്ച. ഫസ്റ്റ് പറഞ്ഞതുപോലെ മോൺസ്റ്ററിന്റെ വാല് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ദ റിയൽ മോൺസ്റ്റർ ഹാസ് ടു കം. ജോലിയിലുള്ള രസകരമായ മാറ്റങ്ങൾ ഈ ഓഡിറ്റോറിയം ഇന്ത്യയിലെ ഡെക്കറേഷൻ നടത്താൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആൾക്കാർ നമ്മൾ പണിയെടുത്ത് നിരക്കേണ്ട സമയം കുറെ കഴിയും. 3 ഫോട്ടോ മതി. ഇതിനെങ്ങനെ വേണം ഡെക്കറേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് തരും. ഡോക്ടറിനൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പണി. ഡോക്ടറിന്റെ കൈപ്പുണി എവിടെയാണ്? ഒരു ഡോക്ടറിന്റെ കൈപ്പുണി എവിടെയാണ്? ഒരു ഡോക്ടറിന്റെ കൈപ്പുണി ഇരിക്കുന്ന എവിടെയാണോ? എവിടെയാ? ചികിത്സയിലല്ല. അതിന് മുമ്പ് ഒരു കാര്യമാണ് എന്താ ആശുപത്രിയിലാണ് കൈപ്പുണി. ഒരു ഡോക്ടറിന്റെ കൈപ്പുണി കിടക്കുന്ന എവിടെയാണ്? കേട്ടില്ല? എന്താ എന്ത് മനസ്സിലാക്കുന്നത്? അല്ല, മനസ്സിലാവാണ്. ചികിത്സയിലല്ല കാര്യം, അതിന് മുമ്പേ കാര്യമുണ്ട്. സ്വഭാവമല്ല, അതിന് കാര്യമുണ്ട്. ഒരു കാര്യം എന്താ എന്താ കൈപ്പുണ്യ സ്റ്റെതസ്കോപ്പിലാണോ ഇരിക്കുന്നത്? അതിനൊരു കാര്യമുണ്ട്. എന്താണ് ഇവിടെ അസുഖം ഡയഗ്നോസ് ചെയ്യണ്ടേ? കണ്ടെത്തിയാലേ ഇതിന് ചെയ്യാൻ പറ്റും. നമ്മൾ പറയാറുണ്ട്, പല സ്ഥലത്തും കൊണ്ടുപോയി ആ മനുഷ്യനാണ് കണ്ടുപിടിച്ചത്, പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായി. ഈ കണ്ടെത്തണ്ടേ? 6 വർഷം കഴിഞ്ഞ് നമുക്ക് വരാൻ പോകുന്ന ക്യാൻസർ പോയി ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളായി കഴിഞ്ഞു. പല സംഗതികളും കൃത്യമായി ഇപ്പോൾ മുൻകൂട്ടി പ്രവചിക്കുവാനും കൃത്യമായി അനലൈസ് ചെയ്യാനുള്ള സംവിധാനം വന്നു കഴിഞ്ഞു. സർജറി ചെയ്യുവാനും ആരെത്തി കഴിഞ്ഞു? റോബോട്ട് എത്തി കഴിഞ്ഞു. ഹലോ, ഇങ്ങനെ വരുന്ന രസകരമായ ലോകത്തിലേക്കാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനും യന്ത്രവുമായിട്ടുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. റോബോട്ട്സ് പോലും മനുഷ്യനെ പോലെ പെരുമാറാൻ തുടങ്ങുമ്പോൾ മനുഷ്യനെ പോലെയെങ്കിലും പെരുമാറാണ്ട് പറ്റണം. ഹലോ, മനുഷ്യന് മാത്രം പറ്റുന്ന പല സ്ഥലങ്ങളിലേക്ക് കൊടുക്കുന്നതാണ്. അത് വേറൊരു മനുഷ്യന് മാത്രം കൊടുക്കാനും പറ്റും. ഇനി എന്തെല്ലാം വിദ്യാഭ്യാസം നേടുന്നതല്ല. പ്രിയപ്പെട്ടവർ, നിങ്ങളെല്ലാം പഠിക്കുന്ന ആൾക്കാരാണ്, എല്ലാവരും സൂപ്പറാണ്. ഒരു കാര്യം മാത്രം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളൂ. എപ്പോഴും ക്ലാസ് മുറികൾ നിങ്ങൾ ഫസ്റ്റ് വാങ്ങാനായിട്ട് ഭയങ്കര മാർക്ക് വാങ്ങാനായിട്ട് പ്രസർ ചെയ്തുകൊണ്ടിരിക്കും. എന്റെ വ്യക്തിയുടെ അഭിപ്രായം പറയട്ടെ. ഹലോ, നീ ഫസ്റ്റ് ആയില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല കേട്ടോ. അടുത്തിങ്ങനെ ചങ്ങാതി കൊണ്ടേക്ക് പോയി എന്റെ പൊന്നി ചങ്ങാതി പറ, നീ ഫസ്റ്റ് ആയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലൂ. അതിനുവേണ്ടി പഠിക്കാതിരിക്കണ്ട, മനസ്സിലാവുന്നുണ്ടോ? അതിനുവേണ്ടി തലവയ്ക്കുകയും വേണ്ട. നീ നന്നായി പ്രവർത്തിച്ചോ, നന്നായി വർക്ക് ചെയ്തോളൂ, കിട്ടുന്നത് വലിയ കിട്ടിക്കോളൂ. പക്ഷെ ആ ഫസ്റ്റ് കിട്ടാത്ത പോലെ സങ്കടപ്പെടാൻ വേണ്ട. ഈ മത്സരത്തിന്റെ ലോകത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? 2 പേര് ഒരുമിച്ചിട്ടുണ്ട്. റിസൾട്ട് ബന്ധപ്പെട്ട് 1200 മാർക്ക് വാങ്ങി 1ാം റാങ്ക് കിട്ടി. നീ പ്രിയപ്പെട്ട കൂട്ടുകാരിക്കാണ് ഒരു നല്ല കൈയ്യടി. ഇതാണോ റാങ്ക് കിട്ടിയ നല്ല കൈയ്യടി? നെക്സ്റ്റ് ഡേ രാജാക്കൾ ഡിവിഷൻ 6 ഫ്ലക്സ്. രാജാക്കളെ പോണ നാടേ തൊടുപുഴയുടെ അഭിമാനം. ഇവരെല്ലാം ഇങ്ങനെ ഇരിക്കും. തൊട്ടപ്പുറത്തിരിക്കുന്നതാണ്. റിസൾട്ട് വന്നു 1199 മാർക്ക് വാങ്ങി 2ാം റാങ്ക്. ഈ സ്കൂളിൽ തന്നെ ഒരു വലിയ കാര്യം കൊടുക്കണോ? തൊട്ടപ്പുറത്ത് 53 ഫ്ലക്സ്. ചിരിയുണ്ട്, പക്ഷെ എവിടെ ചെറിയൊരു മങ്ങലുണ്ട്. അടുത്ത ദിവസം 2 പേര് രാവിലെ കാണുന്നത് തീരാത്ത സങ്കടം കേട്ടോ. സ്റ്റേറ്റിൽ കേട്ടോ, ചെറിയ മാർക്കൊന്നും അല്ല കേട്ടോ. ഹലോ, ഇരിക്കുന്നതാണ്. റിസൾട്ട് വരുമ്പോൾ തലേദിവസം ഫ്രണ്ട്സ് എന്തൊക്കെ പറയും, ഞാൻ നാളെ നാട്ടിൽ പോകും കേട്ടോ. എന്താ ഒന്നിരിക്കാം. റിസൾട്ട് വന്നപ്പോ കാണാം 750 മാർക്ക് വാങ്ങി ജയിച്ചിരിക്കുന്നതോ. ജയിച്ചതോ കൈയ്യടി കൊടുക്കണോ?
ഡാൻസ്. പിന്നെ വൻ പരിപാടിയാണ് നടക്കുന്നത്. ഹലോ, ആ നേട്ടം ആസ്വദിക്കേണ്ട ആർക്ക് പറ്റി? വിചാരിക്കാത്തുള്ള നേട്ടമാണ്. ആർക്ക് പറ്റി? അതൊക്കെ അന്ന് ഫുൾ ഓരോ സ്ഥലത്തും ചെയ്യാൻ പറ്റും. അവിടെ മറ്റവർക്ക് തീരാത്ത പെയിൻ. ഈ മത്സരത്തിൽ ലോകത്തിന് അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പറയട്ടെ, പൊന്നു ചങ്ങാതി പറ, പൊന്നു ചങ്ങാതി, നീ ഫസ്റ്റ് അല്ലെങ്കിൽ സാധ്യതയുണ്ടോ? അടുത്ത് നോക്കി പറയണോ, ഫസ്റ്റ് അല്ലെങ്കിൽ സാധ്യതയുണ്ടോ? പക്ഷെ SPCയിലൊക്കെ വന്ന് പ്രവർത്തിക്കുന്നതായതുകൊണ്ട് ഒരു കാര്യം നിർബന്ധമാണ്, എന്റെ പൊന്നോ, ഫസ്റ്റ് ആയാലും കുഴപ്പമില്ല. പക്ഷെ സ്കൂൾ വിട്ട് ഇറങ്ങുമ്പോ നീ ബെസ്റ്റായിട്ടേ പുറത്തു പോകാവൂ. അതിവിടെ ഇരിക്കുന്ന 500 പേർക്കാവാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇരിക്കുന്ന 500 പേർക്ക് ബെസ്റ്റായിട്ട് ഈ ക്യാമ്പസിൽ ഇറങ്ങി പോകാൻ പറ്റും. ബെസ്റ്റായിരിക്കണം. പറ്റാവുന്ന രീതിയിലൊക്കെ ഏത് കാര്യത്തിലാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ചെയ്യാനായിട്ട്, ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റിയിരിക്കണം. റൈറ്റ്? അപ്പം ആ ഒരു സ്ഥാനം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ചില തയ്യാറെടുപ്പുകളാണ് വേണ്ടേ? കുറച്ചുകൂടി നമ്മൾ വിശാലമായ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ഏരിയ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ നേടാൻ പറ്റും. കേന്ദ്രീകരിക്കുന്നത് എന്ത് പറയും? ഫോക്കസ് ചെയ്യാൻ പറ്റിയാൽ തന്നെ കുറേ കാര്യങ്ങൾ നടക്കും. ഹലോ, ഫോക്കസ് ചെയ്യാൻ തുടങ്ങണം. അതിന് ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന ചങ്ങാതി വീണ്ടും ശേഖരം കൊടുത്തു. ഏതൊക്കെ സ്കൂളിൽ ആൾക്കാരുണ്ടിരിക്കുന്നത്? മോളെ സ്കൂളിന്റെ പേര് പടയിലേക്ക് എന്ന കൈവക്കും. അടുത്ത ആൾ അടിമാലി SNDP കൈവക്കും. അടുത്ത സ്കൂൾ, ആ സ്കൂളിന്റെ കൈവക്കും. യെസ്. ഹലോ, നമ്മൾ പൊളിച്ചടുക്കി തുടങ്ങുന്നു. എങ്ങനെ പൊളിച്ചടുക്കി തുടങ്ങുന്നു. പൊതുവെ നമ്മൾ പറയാറുണ്ട് അടിച്ചുപൊളി. പക്ഷെ നമ്മൾ അടിച്ചുപൊളിയുടെ ആൾക്കാരല്ല കേട്ടോ. ഞങ്ങളുടെ അടുത്ത് പറയും, ഒന്ന് ചങ്ങാതി, നമ്മൾ അടിച്ചുപൊളിയല്ല. പറ, ഒന്നുകൂടെ പറ, അടിച്ചുപൊളിയല്ല. അടിച്ചുപൊളി തുടങ്ങിയാൽ അടിച്ചു പൊളിച്ചവൾ ഇട്ടിട്ട് പോകും. പക്ഷെ തിരിച്ച് വാക്ക് മാറ്റിയിടുന്നു, നമ്മൾ പൊളിച്ചക്കാരാണ്. ഹലോ, ചിലരൊക്കെ പൊളിക്കേണ്ടി വരും. പക്ഷെ അതുപോലെ കുറച്ചുകൂടി നന്നായിട്ട് അടുക്കിയിട്ടേ നമ്മൾ പോകാവൂ. ഓക്കെ അല്ലേ? ഒരു ചുരുങ്ങിയ സമയത്ത് ചെറിയൊരു പൊളിച്ചെടുക്കലുകൾ നടക്കാൻ പോവുകയാണ്. അത് റെഡി? ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ അടുത്തേക്ക് നമ്മുടെ കാലിൽ ചവിട്ടുക, കൈയിട്ട് മുഖത്ത് ഇടിച്ചു പൊട്ടിക്കുക, കണ്ണു പൊട്ടിക്കുക, വെറുതെ മാറ്റുക തുടങ്ങിയ ഒരു പരിപാടിയും പാടില്ല. ഓക്കെ അല്ലേ? ഹലോ, സമയം നിന്ന് പറഞ്ഞാൽ മതി. അതിനകത്ത് നമുക്കൊരു തീരുമാനമാക്കാം. ആ പതിവ് സമയം കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന ആളിനെ അപ്പുറത്ത് പുറത്ത് ഇരിക്കുന്ന ആൾ ഒരിക്കലും സ്വന്തം സ്കൂളിലെ ആളാവാനേ പാടില്ല. ഒന്നുകൂടെ പറയും. ഒരു പതിവ് സമയം കഴിയുമ്പോൾ എന്റെ അപ്പുറത്ത് പുറത്ത് ഇരിക്കുന്ന ആള് എന്റെ സ്വന്തം സ്കൂളിലെ ആള് ആകാനേ പാടില്ല. ഹലോ, 1 മിനിറ്റ് സമയം തരും. ആ 1 മിനിറ്റ് സമയത്തിനകത്ത് പിന്നെ ഞാൻ കൈ പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ ആൾ അപ്പുറത്ത് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ 3 പേരും ഇവിടെ വന്ന് തിരുവാതിര. 60 സെക്കൻഡ് കഴിയുമ്പോൾ ഞാൻ ഫ്രീസ് പറയും. CP കംപ്ലീറ്റ് ആയിരിക്കും. ടൈം സ്റ്റാർട്ട്സ് നൗ. 60, 59, 58, 57. അൻപത്തി 50, 49, 48, 47, 46, 45,
44, 43, 42, 41, 40, 39, 38, 37, 36, 35, 34, 33, 32, 31, 30, 29, 28, 27, 26, 25, 24, 23, 22, 21, 20, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 0. ഫ്രീസ്. ഇനി ഫ്രീസ് കേൾക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട വാക്കുകളാണ് യെസ്, ഫ്രീസ്, പഞ്ച് പോലെ ഫ്രീസ്. ഇനി അപ്പൊ ഫ്രീസ് കേട്ടാൽ ഈ വാക്ക് വന്നോണം. ഇനി ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. നമ്മുടെ സ്കൂളിൽ ഏതാ ആ ആൾക്കാരെ കൈകൊണ്ട് കരിക്കുന്നം അടിപൊളി. പുന്നാർ സെന്റ് തോമസ്. അത് ഈ സ്കൂളിലെ ബാക്കി ആൾക്കാരവിടെ ഇത് വല്ലാത്ത ഡിസ്ട്രിബ്യൂഷൻ വിവിധ പഞ്ചായത്തുകളിൽ പോയി. ഈ സ്കൂളിലെ ആൾക്കാർ സന്തോഷമാണ്. എവിടെ സോ ഹാപ്പി. നല്ല കൈഡേരുടെ അപ്പൊ പൊളിച്ചടുക്കി വെച്ചിരിക്കുകയാണ്. പൊളിച്ചിട്ടേ ഉള്ളൂ, അടുക്കിയിട്ടില്ല. അതിനു മുമ്പ് നമുക്ക് ചില ഇടപെടലുകൾ നടത്തി തുടങ്ങാം. ഹലോ. അപ്പൊ നമ്മൾ ഒരല്പം അപരിചിതത്വമുണ്ട് അല്ലേ? ഹലോ. വേറെ ഏതോ സ്കൂളിലാണ് അടുത്തിരിക്കുന്നത്. സ്വന്തം സ്കൂളിൽ വന്ന് ചങ്ങല്ല ഇപ്പൊ കൂടെ ഉള്ളത് വേറെ ഏതൊരാൾ അടുത്തിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മുടെ യാത്ര ചെയ്താൽ ആരംഭിക്കുന്നത്. വാക്ക് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോവാണ്. പോവാണ്. ആ ഫോക്കസിന്റെ വാക്കിലെ ഓരോ അക്ഷരവും നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നു. ആദ്യത്തെ അക്ഷരേതാ? ആദ്യത്തെ അക്ഷരേതാ? ആദ്യത്തെ അക്ഷരേതാ? ഹലോ. ആ ഫസ്റ്റ് എഫ് നമ്മൾ പറയുന്നതിന് പ്രിയപ്പെട്ടവരെ പുതിയ കാലത്തേക്കാണ് ബി ഫ്യൂച്ചറിസ്റ്റിക്. എന്താ ഞാൻ പിന്നെ ചോദിക്കുന്നത് ഇമെയിലിൽ പറയണം കേട്ടോ. ബി ഫ്യൂച്ചറിസ്റ്റിക്. ഭാവിയെ മുന്നിൽ കണ്ട് തന്നെ ഒന്നും എഴുതണ്ട, എഴുതാതെ തന്നെ മനസ്സിൽ കിടക്കും. ഒരു സാധനം പോലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും സ്റ്റുഡൻസാണ്, കയ്യിൽ മൊബൈലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഏത് സാധനത്തെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കൃത്യമായ റീൽസ് എടുക്കാൻ അറിയാം, ഫോട്ടോ എടുക്കാൻ അറിയാം, എഡിറ്റ് ചെയ്യാൻ അറിയാം. പക്ഷെ ചാറ്റ് ജിപിടി ഉള്ള കാര്യം അറിഞ്ഞൂടാ. ചാറ്റ് ഉപയോഗിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ബേസിക് പറഞ്ഞ കാര്യം എനിക്ക് പരിചയവുമില്ല. ഹലോ. ഓരോ സ്പന്ദനങ്ങളെയും ഇതേപോലെ എൻ്റെ പൊന്നുമക്കളെ ചേർത്ത് പിടിക്കാൻ പറ്റണം. ആ ഓരോ മാറ്റങ്ങൾ അറിഞ്ഞു വേണം നമുക്ക് മുന്നേ ഒരുങ്ങാനായിട്ട്. പക്ഷെ മുന്നേ ഒരുങ്ങാനായിട്ട് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു സംഭവം നടന്നാലേ ഒരുങ്ങാൻ പറ്റും. 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അൺസർട്ടനിറ്റിയാണ്, അനിശ്ചിതത്വമാണ്. വരാൻ പോകുന്നത് എന്താണെന്ന് പോലും നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റില്ല. കാലാവസ്ഥ പോലും പ്രവചനത്തിന് അപ്പുറമായി കഴിഞ്ഞു. കാലാവസ്ഥ മാറ്റം കേരളത്തിൽ പോലും സംഭവിച്ചു കഴിഞ്ഞു. അന്റാർട്ടിക്കയിലേക്ക് പുല്ല് മോചിക്കുന്നു എന്നാണ് വാർത്തകൾ പറയുന്നത്. ആമസോണിന്റെ ഏതോ കൈ വഴികളിൽ വറ്റി വരുന്നു. സഹാറയിൽ വെള്ളപ്പൊക്കം, സൗദി അറേബ്യയിൽ മഞ്ഞ് വീഴ്ച. ഇതുവരെ നമ്മൾ കേട്ടുകളില്ലാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഹലോ. അതുപോലെ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ അസുഖങ്ങൾ വന്നും പോയി ഒക്കെ ഇരിക്കും. ഒരെണ്ണം വന്നു പോയിട്ടേ ഉള്ളൂ. രണ്ടാമത് ഒരെണ്ണം വന്ന് തുടങ്ങി, പക്ഷെ അത്ര ഏറ്റില്ല, ഒത്തില്ല. ഈ ഒരെണ്ണം പുറപ്പെട്ട് വന്നായിരുന്നു കേട്ടോ. മ്യൂട്ടേഷൻ സംബന്ധിച്ച പല സംഗതികളും വീണ്ടും തിരിച്ചു വരും. അതിൽ ലോകത്ത് അനിശ്ചിതത്വം ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെയാണ് ഇപ്പോൾ ടെക്നോളജി എടുത്തു വെച്ചിരിക്കുന്ന സംഭവം. എന്ത് വേണോ ഭാവിയിൽ സംഭവിക്കാൻ നമുക്ക് സാധ്യതയുണ്ട്. പ്രവചിക്കാൻ പോലും പറ്റാത്ത ഈ തൊഴിലിടങ്ങൾ പോലും മാറി വരാൻ സാധ്യതയുണ്ട്. ഈ അൺസർട്ടനിറ്റി ലോകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ആദ്യം വേണ്ട ക്വാളിറ്റി. ഹലോ.
അഡാപ്റ്റബിലിറ്റിയാണ്. എന്താണ്? എത്ര വേഗം മാറിയ സാഹചര്യമായി നമ്മൾ പൊരുത്തപ്പെടുന്നു. ആ പൊരുത്തപ്പെടലാണ് നമ്മളെ തെളിയിക്കുന്നത്. നമ്മുടെ ശേഷി ഇത്ര വേഗം പൊരുത്തപ്പെടാൻ സാധിക്കും. ഇപ്പൊ പോലും ഇരുന്ന സാഹചര്യത്തെ ഒന്ന് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ തൊട്ട് അപ്പുറത്ത് കുറച്ച് അപരിചിതമുള്ള ആൾക്കാരുണ്ട്, അവരോട് നമ്മൾ പൊരുത്തപ്പെടാൻ തുടങ്ങുന്നത്. അപ്പൊ ബി ഫ്യൂച്ചറിസ്റ്റിക്, അതിന് പറ്റുന്ന രീതിയിൽ പൊരുത്തപ്പെടാൻ നമുക്ക് സാധിക്കണം. ഹലോ, പിന്നെ വേണ്ട ചില രസകരമായ സാധനം, ഏത് സമീപനത്തിലും ഇന്നോവേറ്റീവ് ആയിരിക്കണം. എന്തായിരിക്കണം? ഒരു കാഴ്ചയിൽ പോലും ഇന്നോവേഷനാണ് പുതിയ പുതിയ സാധ്യതകൾ നമുക്ക് തുറന്നു തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നോവേഷന് വേണ്ടിയുള്ള യാത്രയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗാഡ്ജറ്റ്സ് പോലും വിചാരിക്കാൻ പോലും പറ്റുന്ന മാറ്റങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരല്പം ഒരു ക്രിയേറ്റീവ് ടച്ച് കൂടെ വേണം. ആ ക്രിയേറ്റീവ് ടച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേൾക്കുന്ന ഒരു കാര്യം ക്രിയേറ്റീവ് ഇത്തരമുള്ള ഒരു പ്ലേറ്റിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ ചില ആൾക്കാർ ബിസ്ക്കറ്റ് ന്യായം കൊണ്ട് തരും. ചില സ്ഥലത്ത് പോകുമ്പോൾ ആ പ്ലേറ്റിൽ ബിസ്ക്കറ്റുകൾ പ്രത്യേക രീതിയിലേക്ക് അടുക്കി കേക്കെല്ലാം വെച്ച് ഈ എടുത്ത് കഴിക്കാൻ പോലും തോന്നുന്നു. ഹലോ, ഈ അടുക്കി വെച്ചിട്ട് പൊളിക്കുന്നതിന് ഓർത്ത് പറയുന്നുണ്ടോ? അതിന് പോലും ക്രിയേറ്റീവ് ടച്ച് ഉണ്ട്. ചില ആൾക്കാർ പേരൊക്കെ എഴുതി ചുമ്മാ എസ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ എസ് ഒരു അരയിലെ പോലെ കാണും കാതും പോകുമോ വെച്ച് ഒരു ഡയറി എഴുതുമ്പോൾ പന്ത്രണ്ട് സ്റ്റിക്കർ വെച്ച് ഒരു വരയൊക്കെ വരച്ച് ഹലോ പേര് ഒട്ടും താഴെ ഒരു ലൈൻ ഒരു റോസാ പോകുന്ന വെച്ച് ഓരോ കൊച്ചു കൊച്ചു കാര്യത്തിലുള്ള സാധനം പ്രിയപ്പെട്ടത്. അല്ല, അതുപോലെ രസകരമായ സാധനങ്ങളാണ്. ഏതൊരു മനുഷ്യരുമായിട്ട് വളരെ പേര് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റണം. വിവിധ തരക്കാരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ പറ്റണം. ഇതൊക്കെ വരാൻ കമ്മ്യൂണിക്കേഷൻ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ പുതിയ കാലത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. അതിൽ ആദ്യത്തെ പണി നമ്മൾ ചെറുതായിട്ട് തുടങ്ങി വെക്കാണ് കേട്ടോ. ഇതെല്ലാം തുടങ്ങുന്നത് ഈ ഫ്യൂച്ചറിസ്റ്റിക്. ഹലോ, ആ ഫ്യൂച്ചറിസ്റ്റിക് കാഴ്ചപ്പാടാണ് നമ്മളെ അടുത്ത ദിവസം വരികയാണ് ഫോർമേഷന് സഹായിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മളെ ഫോം ചെയ്തെടുക്കേണ്ടത്. ബോധപൂർവം തന്നെ നമ്മളെ ഫോം ചെയ്ത് എടുക്കേണ്ടി വരും. ചിലർക്കൊക്കെ പറയല്ല മൈ ലൈഫ് മൈ റൂൾസ്, ഇങ്ങനെയൊക്കെ പറ്റും. ഹലോ, അത്രയ്ക്കൊക്കെ വേണോ? അത്രയ്ക്ക് വേണോ? വേണ്ടടോ. ആ മാറ്റത്തെ ഉൾക്കൊണ്ട് തന്നെ ഫോം ചെയ്യണം. ഞാൻ ഫോം ചെയ്ത് അത്രയും എനിക്ക് മുന്നോട്ട് അതിജീവനത്തിനുള്ള സാധ്യത കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ സംഘർഷഭരിതമായ ഈ കാലഘട്ടത്തിൽ ബി ഫ്രണ്ട്ലി ആൻഡ് ഫണ്ണി. ബി ഫ്രണ്ട്ലി ആൻഡ് ഫണ്ണി. അപ്പൊ ഈ ഫണ്ണി എന്ന് പറയുന്ന സാധനത്തിന് ഒരു മീനിങ് ഉണ്ട്. ഞാൻ തമാശയായിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഫൺ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം പോലും കൂടെ ഇരിക്കുന്ന ഒരാളിൻ്റെയും രൂപത്തെയോ വണ്ണത്തെയോ മുടിയോ പൊക്കത്തെയോ സംസാരത്തെയോ അവരുടെ ജാതിയോ മതമോ ചുറ്റുപാടോ ഒന്നിനെയും ഹർട്ട് ചെയ്യാനും പാടില്ല. അങ്ങനെ വേണം ഞാനൊരു ഫണ്ണി കറക്റ്റായിട്ട് ആകാനായിട്ട്. മിക്കവാറും ഗ്രൂപ്പിനകത്ത് ഒരു ഗോൾ പോസ്റ്റ് കാണും, ബാക്കി എല്ലാവരും ഗോളുകൾ വരും. എന്ത് പറ്റിയാലും തമാശ അടിക്കുന്ന ഒരാൾ കാണും എന്ന് പോലും വിളിക്കാൻ പാടില്ല. പൊളിറ്റിക്കലി അത് കറക്റ്റ് ബോഡി ഷേപ്പിങ്. ഹലോ, ചുമ്മാ നമ്മൾ എന്തെല്ലാം പറഞ്ഞു പോകണമെന്നറിയാം. മുടി കോതിയ ക്രാന്ന് ശബ്ദം കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന പേര് ചിലവ ചകിരി പല ശകലം പുറത്താണ് വിളിക്കുന്ന ഇങ്ങനെയുള്ള വിളികളൊക്കെയാണ്. ഹലോ, ഇതൊക്കെ ഒരു സമയത്ത് കേട്ട് കാര്യമാക്കിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് സങ്കടമാണെന്നറിയോ? ഒരാളെ പോലെ അയാളുടെ ശാരീരിക പ്രത്യേകത സംസാരിക്കാൻ വൈകുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലാവാൻ നിൽക്കുന്ന അവൻ ട്യൂബിലേക്കാണ് പറയരുത്. നിനക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വിചാരിച്ചുകൊണ്ട് അയാൾക്ക് മനസ്സിലാവുന്ന അയാൾക്ക് തെറ്റല്ലടോ. അപ്പൊ നമ്മൾ ഒരാളെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എല്ലാം തെളിഞ്ഞവനാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഓക്കെ, പറയില്ല ഇങ്ങനെ കുറച്ചുകൂടി ലൈറ്റ് കളറാണ്, ഇത്ര കറുത്താണ് അത് മോത്തോക്കി പറയുന്നത്. ഹലോ, ഇത് ഒരു സാധനം പോലും സ്ഥലം വെച്ച് നമ്മൾ കളിയാക്കാറുണ്ട്, സ്ഥലത്തിന് പിന്നെ വെച്ച് കളിയാക്കാറുണ്ട്, കൂട്ടായ്മ വെച്ച് കളിയാക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തിന് പോലും നമ്മൾ അറിഞ്ഞുപോലും ചെയ്യരുത്. പക്ഷെ ഭാവിയെ നേരിടാൻ തയ്യാറായിരിക്കുന്ന നിങ്ങൾക്ക് ഈ എപ്പോഴും എനിക്ക് ചേർത്ത് വെച്ച് പറയേണ്ട വാക്കുകളാണ് ഫേസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഹൗ ടു ഫേസ് ഏത് ചലഞ്ചിനെയും ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ആര് റെഡി? റെഡിയല്ലേ? വാ.
ഹൗ ടു ഫേസ് എന്ന വാക്ക് പറഞ്ഞിട്ട് കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഇവിടെ കൊണ്ട് നിർത്തി ആത്മകഥം മൈക്കിൽ നിന്ന് ഉറക്കെ പറഞ്ഞു. ഒരാൾ മാത്രം പോരുള്ളൂ. ക്ലാസ് തുടങ്ങി ഇത്രയും നേരം എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്ന മുഴുവൻ ചങ്ങാതിമാരും ഈ സ്റ്റേറ്റ്മെൻറ്റ് കേട്ട് അടുത്ത സ്പോട്ടിൽ ഐ കോണ്ടാക്ട് മൊത്തം കണ്ടായി. ചിലരൊക്കെ ഇതൊക്കെ ഇപ്പോൾ കാണുന്നു. ഞാൻ ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ ഏതെങ്കിലും കണ്ണുകൾ എന്നെ നോക്കാതിരിപ്പുണ്ടെങ്കിൽ, ഏതെങ്കിലും തലയുടെ പിറകെ പൂർണ്ണമായി മറിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അങ്ങനെ 6 പേര് എനിക്ക് ആവശ്യമുണ്ട്. ഈ സ്റ്റേജിൽ കയറ്റി ചെറിയൊരു പണിയുണ്ട്. 6 പേർ. ക്യാമറ ഇവിടെ വന്നായിരുന്നു. ഇപ്പൊ സദസ്സിലുണ്ടായ അടുത്ത മാറ്റം ഇരിക്കുന്ന 700 മുമ്പേ മറിഞ്ഞിരുന്നവരേക്ക് മാറിയില്ലടാ. തലകുഞ്ഞ് കിടന്ന മറിഞ്ഞ് എഴുന്നിട്ടൊക്കെ നിൽക്കുന്നു. ഇങ്ങ് അറ്റോടെ ഏറ്റവും പോകണം. ചാരിയിരുന്ന ആൾക്കാരൊക്കെ ചരിഞ്ഞ് ഇവിടെ തുടങ്ങുകയാണ്. ഇപ്പൊ ഞാനിങ്ങനെ ഒരാളെ ആവശ്യമെന്ന് നോക്കുമ്പോൾ ഈ 700 പേരിൽ ഞാൻ നോക്കിയാൽ എല്ലാം തന്നെ കൊണ്ടുപോകുമെന്നുള്ള ആ ഭയം എവിടെ നിന്നാണ് വന്നത്? അതേ ഞാൻ കൊണ്ടുപോയാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അന്തം നോക്കാനുള്ള അവസ്ഥയും എവിടെ നിന്നാണ് വന്നത്? അപ്പൊ മൈൻഡ് പറയുന്നുണ്ട് എല്ലാവരും നോക്കുമായിരിക്കും, മാറിയ എന്നെ കൊണ്ടുപോകും. ഇതൊക്കെ ഞാൻ തന്നെയല്ലേ? എന്നാലും 1-2 പേര് ആവശ്യമുണ്ട്. ഓക്കെ ആണെങ്കിൽ വന്നാൽ മതി കേട്ടോ. എവിടെയുണ്ട്? ഓക്കെ അല്ലേ? ഒരാളും കൂടി ഓക്കെ അല്ലേ? ആളും വൈകുന്നു വന്നിട്ട് പ്രയാസമാണെങ്കിൽ തിരിച്ചു പോവാം. ഒന്ന് നിർബന്ധിച്ചാൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഒരാളും കൂടി. എന്തൊരവസ്ഥ പൈസ ഓക്കെ അല്ലേ? വിളിക്കേണ്ടി പോലും വന്നില്ല. അവരെ നോക്കിയതേ ഉള്ളൂ. ചാങ്ങോ ഞാൻ പെട്ടെന്നാണ് പോകുന്നത്. യെസ് പ്രിയപ്പെട്ടവരെ, ഒന്നും ചെയ്യാനില്ല. ആ 4 പേര് ഒരു വരം കൂടെ വരേണ്ടി വരുവേ. ഒറ്റ പ്രാവശ്യം കൂടി വരേണ്ടി വരുവേ. ഹലോ. പക്ഷെ അവർ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ സദസ്സിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവണം. ഞാൻ ക്ഷണിച്ച ആ മൊമെന്റ് മുതൽ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന മൊമെന്റ് മുതൽ നിങ്ങൾ കൊടുക്കുന്ന കൈയടി കിളി പോണ കൈയടിയായിരിക്കും. കൈയടിക്കുന്നവരെ പൊതുവെ നമുക്ക് വലിയ മടിയാണ്. ഈ കൈയടിച്ച് തുടങ്ങിക്കും. പക്ഷെ അവർ അങ്ങോട്ട് നടക്കുമ്പോൾ കൈയടിയുടെ ശബ്ദം ചെറുതായാലും കുഴപ്പമില്ല. പക്ഷെ അവർ വന്നിട്ട് തിരിഞ്ഞു നോക്കുമല്ലോ, അപ്പോഴാണ് ഈ കൈയടി പീച്ചിലെത്തേണ്ടത്. അങ്ങനെ ഒരു കൈയടി കൊടുത്തിരിക്കണം കേട്ടോ. ഇനി ഹലോ. ആ വരുന്ന 4 പേര് ഇവിടെ വരുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിലിട്ടുകൊണ്ട് വരാനായിട്ട് എൻ്റെ പൊന്നൊക്കെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. ഒരു സ്ഥലത്ത് നമ്മളുണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ ഹലോ. ഒരു സ്ഥലത്ത് നമ്മൾ വരുമ്പോൾ എങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഉള്ളപ്പോൾ ഇടപെടാൻ തുടങ്ങാണ്. 3 കാര്യങ്ങളുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇതെല്ലാവരും പറഞ്ഞ കാര്യമാണ് കേട്ടോ. അതിലൊന്ന് പാഠം 1 പുഞ്ചിരി. എന്താ പാഠം 1? പുഞ്ചിരി. പക്ഷെ അത് പുഞ്ചിരിയെ ആകാവും, ആ ചിരി ആകും. പുഞ്ചിരി കൂടെ ഇരിക്കുന്ന ആളിനെ വളർത്തും, ആ ചിരി കൂടെ ഇരിക്കുന്ന ആളിനെ തളർത്തി കളയും. ഒരേ ചിരി എല്ലാവരും ചിരിച്ചും കളയും. ഹലോ. തിരിക്കോ? അച്ഛനമ്മണി കൊടുക്കുന്ന ചിരിയാണ്. ആ ചിരിയാണ് ഫ്രണ്ട്സിനടുത്ത് വേറൊരു ചിരിയാണ്. അത് വേറൊരു ചിരിയാണ്. അത് ചിരിയാണ് ടീച്ചേഴ്സ് എടുത്ത് കൊടുക്കുന്നത്. അടുപ്പം കാണും പക്ഷേ
ആ ചിരിയാണോ വലിയ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇപ്പോൾ അർത്ഥം ചില പ്രിൻസിപ്പളൊക്കെ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഓരോ സ്ഥലത്തും ഓരോ ചിരിയുണ്ടോ? അപ്പൊ സാഹചര്യം പറഞ്ഞിരിക്കണം. പറഞ്ഞോ എന്റെ പൊന്നു ചങ്ങാതി, അട്ടിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് പറയും പൊന്നു ചങ്ങാതി. സാഹചര്യം അറിഞ്ഞിരിക്കണം, മനുഷ്യനെ അറിഞ്ഞിരിക്കണം, മനുഷ്യനെ മനസ്സിലാക്കി ചിരിക്കണം. പക്ഷേ ഒരു മനുഷ്യനെയും മനസ്സിൽ ആക്കിയിട്ട് ചിരിക്കരുത്. മനുഷ്യനെ മനസ്സിലാക്കി ചിരിക്കണം, ഒരു മനുഷ്യനെ മനസ്സിൽ ആക്കിയിട്ട് ചിരിക്കരുത്. ഹലോ. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ SPC ടീം കൂടിയാണ്. ഒരു സ്ഥലത്ത് എവിടെ ഉണ്ടോ ശരീരം എന്ന് പറഞ്ഞാൽ ബോധപൂർവ്വം സജ്ജമായ ശരീരഭാഷയായിരിക്കും. ഈ തോർത്ത് കഞ്ഞി മുക്കാതെ തിരിച്ചെടുത്ത് ഇങ്ങനെ നമ്മൾ ഒരിടത്തും കൊണ്ട് ഇരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്ന ഭാവത്തിൽ നടക്കുന്ന എല്ലാ സ്ഥലത്തും ബോധപൂർവ്വം നിങ്ങൾ ഹലോ. ഈ എന്താ പറയുക, സജ്ജമായ ശരീരഭാഷയ്ക്ക് ശരീരത്തിന് യാതൊരു പരിമിതികളും പ്രശ്നമല്ല. മനസ്സിലാവുന്നുണ്ട്? ഒരു പരിമിതിയും പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന അറ്റൻഡ് രീതിയിലുണ്ടാ സാധനം. അത് വിശദമായി ഒന്നുകൂടെ പറയാം, ഇതിന് സമയമായി. മൂന്നാമത്തെ സാധനം ഹലോ. ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ടേ ചെയ്യാവൂ, കഷ്ടപ്പെട്ട് ചെയ്യരുത്. ചങ്ങാതിയോട് പറയാം, എൻ്റെ പൊന്നു ചങ്ങാതി, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെട്ട് ചെയ്യണം, കഷ്ടപ്പെട്ട് ചെയ്യരുത്. ഒരു പേപ്പർ എടുത്ത് കൊടുത്താൽ പോലെ പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ടേ കൊടുക്കാം. ഇപ്പൊ നമ്മൾ ടൂർ പോവാണ്, 12 കിലോമീറ്റർ നടക്കണം, ഒരു പ്രശ്നമില്ല. രാവിലെ തന്നെ നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഒക്കെ തുടങ്ങുകയാണ്. എന്നിട്ട് വണ്ടി നിർത്തുന്ന ചില ബട്ടർഫ്ലൈസ് പറഞ്ഞു പോകുന്ന വഴിക്ക് അട്ട കഴിക്കുന്നുണ്ട്, കല്ല് കുത്തുന്നുണ്ട്, വിശന്ന് വലയുന്നുണ്ട്, ഒന്നും പ്രശ്നമല്ല. തിരിച്ച് വൈകുന്നേരം റീസെറ്റ് ആയിട്ട് പോകുന്നു. യാത്രയാണ് 12 കിലോമീറ്റർ അമ്പമിട്ട് കയറിയ ആളാണ് കേട്ടോ. തുണി അനുസരിച്ചിട്ട് അമ്മ പറയും, മോളെ ഈ 4 തുണി ഒന്ന് മോളിൽ വിരിച്ചേക്കണേ. ഈ ബുക്ക് ഒന്ന് മോളിൽ കൊടുത്തേക്കോ മോളെ. ടീച്ചർ പറയും, ടീച്ചർ ഇപ്പോഴ 12 പടി കയറാൻ വയ്യ. ആ 12 കിലോമീറ്ററിന്റെ മല ചവിട്ടിയ സാധനത്തിന്റെ പേരാണ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സാധനം. മറ്റത് കഷ്ടപ്പെട്ട് ചെയ്യുന്ന പേപ്പർ പോലും പൊക്കാനായിട്ട് എനിക്ക് പറ്റില്ല. ഹലോ. സ്കൂളിൽ ഒരു സ്ഥലത്ത് കയറി വരുമ്പോൾ സ്കൂളിൽ കയറി വരുന്നില്ല, വീണ്ടും സ്കൂളിലോട് കയറി വരാൻ എനിക്ക് പറ്റി. എന്നെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റുന്ന ഒരു പുതിയ ദിവസം ഇച്ചിരി സജ്ജമായി സ്കൂളിൽ കയറി വരുന്നത് ക്ലാസ് ഇരിക്കുന്നത് എങ്ങനെ ഹലോ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ. അപ്പൊ ഈ 3 കാര്യം ഇവിടെ വരുമ്പോൾ ആ 3 കാര്യം ഉറപ്പുവരുത്തിയിരിക്കണം. പുഞ്ചിരി, സജ്ജമായ ശരീരഭാഷ, ഇഷ്ടത്തോടെ ഇറങ്ങി വരണം. ആ 4 പേരെ ഈ വേദിയിലേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഒരിക്കൽ കൂടി ഞാനിതാ സ്വാഗതം ചെയ്യുന്നു. ഒരൊറ്റ ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ ഒരേ വേദിയിൽ 2 പ്രാവശ്യം നടക്കണം. എന്താണ് മോളെ ഫീൽ ചെയ്ത വ്യത്യാസം? ഹലോ. ഇനി ഒന്നും തോന്നിയില്ല എന്ന് പറഞ്ഞോളല്ലോ. ഹലോ. തോന്നണം. ഓരോ സാഹചര്യത്തെ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റണം. ആദ്യം വന്ന ആളാണോ, ആദ്യം വന്ന ഞാനാണോ ഇപ്പോഴുള്ളത്, എന്താണ് എനിക്ക് വന്ന മാറ്റങ്ങൾ, എന്താണ് എനിക്ക് കിട്ടുന്നത്, എന്തെങ്കിലും എനിക്ക് നഷ്ടപ്പെടുന്നുണ്ടോ, എന്തെങ്കിലും എനിക്ക് നേടാൻ പറ്റുന്നുണ്ടോ, ഈ ഒരു തോന്നൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. എന്തായിരുന്നു മോളെ 2 പ്രാവശ്യം വന്നപ്പോൾ വ്യത്യാസം? ആദ്യം വന്നപ്പോൾ പേടിയായിരുന്നു. ആ ഏറ്റവും അവസാനം ഇരിക്കുന്ന കേൾക്കാവോ ഈ പറയുന്നത്? അവർ കേട്ടോടാണ്. ഒരു ചെറിയ അത് എന്താ വിളിക്കണേ,
വേദിയിലേക്ക് കടന്നു വന്ന ആ 4 പേർ ഇനി അവർ എന്തായി മാറാൻ 4 പേർ കൂടുതൽ മൈക്കിൽ സംസാരിക്കുന്നു. അവരോടൊപ്പം വേറെ ആൾക്കാർ കൂടിച്ചേരും. ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം ഹലോ വെറും ഗൈഡ് പോലെ തകർപ്പൻ ഗൈഡ് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. പോയിട്ട് വരുമ്പോൾ ഞാൻ പൊളിച്ചു വെച്ചിരിക്കുകയാണ്. വീണ്ടും പഴയ താളത്തോട് ഇരിക്കുന്ന കസേര പോലും മാർക്ക് ചെയ്തിട്ട് ആ സ്ഥലത്ത് തന്നെ ഓരോ ആൾക്കാരും തിരിച്ചു വരണം. തിരിച്ചു വരണമെങ്കിൽ ഹലോ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളാരാണ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോകണം. ചോദിച്ചോ? ഇടത് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണെന്ന് ചോദിച്ചു വെച്ചോ? മുമ്പിലും പിറകിലിരിക്കുന്ന ആളാരാണെന്ന് ചോദിച്ചു വെച്ചോ? സോ താങ്ക് യു സോ മച്ച്. യെസ്.